നമസ്കാരം 9ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി പാഠപുസ്തകത്തിലെ ഹരിയാലി കി ഛാവ് മേ എന്ന 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ ഘറാണ്. ഇതിൻ്റെ പ്രോക്തി കഹാനിയാണ്. റൈറ്ററിൻ്റെ പേര് പ്രഫാദ് എന്നാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. കലി ജോ ഖിൽത്തി നഹി ആജ് ഖിലി ഖിലി സീതി. കലി എന്താണ്? പൂമൊട്ട്. ഒരിക്കലും വിരിയാത്ത പൂമൊട്ടാണ് ഇന്ന് വിരിഞ്ഞു നിൽക്കുന്നത്. ഗിർഗിഡിനെ ഉസെ സടക്ക് പാർക്കർ ആത്തെ ദേക്കാത്തോ മുസ്കുരായ. ഇവിടെ ഗിർഗിഡ് ആരാണ്? നമ്മുടെ ആദ്യത്തെ ക്യാരക്ടറാണ് ഗിർഗിഡ്. ഓന്താണ്. ഗിർഗിഡ് ആരെയോ റോഡ് ക്രോസ് ചെയ്ത് വരുന്നത് കണ്ടു. അവൻ ചിരിച്ചുകൊണ്ട് അവൻ ഹലോ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഹലോ എന്ന് പറയുന്നുണ്ട്. ആരാണ്? ചിപ്കലീനെ കഹ. നമ്മുടെ 2ാമത്തെ ക്യാരക്ടർ ചിപ്കലിയാണ്. പല്ലി തിരിച്ച് ഹലോ പറയുന്നുണ്ട്. തും യഹാം ഗിർഗിഡ് ക ഗല ഫൂൽക്കർ പിച്ചുക. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ആര്? ഗിർഗിഡ്. നമ്മുടെ ഓന്ത് ചോദിച്ചു, നീ എന്താ ഇവിടെ? വേർഡ് മീനിങ് അറിയാത്തവർ എഴുതിയെടുക്കണം. ഗല ഫൂൽക്കർ പിച്ചുക. ഫൂൽക്കർ എന്ന് പറഞ്ഞാൽ വീർപ്പിക്കുക, പിച്ചുക എന്ന് പറഞ്ഞാൽ ചുരുക്കുക. ഓന്ത് തൻ്റെ കഴുത്ത് വീർപ്പിക്കുകയും ചുരുക്കുന്നതും കൂട്ടുകാർ കണ്ടിട്ടില്ലേ? അതുപോലെ ചെയ്തിട്ട് ഓന്ത് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ? തും യഹാസെ ക്യാ മത്ലബ് ഹേ തുമാരാ. നിങ്ങളിവിടെ എന്നതുകൊണ്ട് നീ എന്താ ഇവിടെ അർത്ഥമാക്കിയത്? എന്താ നീ അങ്ങനെ ചോദിച്ചത്? ദീവാർ പർ രഹ്നെ വാലി കോ സടക്ക് പർ ദേഖ് കർ ഇത്നാ തോ പൂച്ചാ ഹി ജാ സക്താ ഹെ. ദീവാർ അതായത് ഭിത്തിയിൽ താമസിക്കുന്ന ഈ പല്ലിയെ റോഡിൽ കണ്ടപ്പോൾ തനിക്ക് ഇങ്ങനെ ചോദിക്കാൻ കഴിയൂ എന്ന് ഗിർഗിഡ് രംഗ് ബദൽത്തെ ഹുയെ കഹ. നിറം മാറിക്കൊണ്ട് പറഞ്ഞു. മേ ആജ് ഘർ ബദൽ രഹി ഹൂം. ഇന്ന് ഞാൻ വീട് മാറുകയാണ്. ചിപ്കലീനെ മുസ്കുരാത്തെ ഹുയെ കഹ. പല്ലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിന്ന് വീട് മാറുകയാണ്. തും ശ്രീമാൻ ഫർഹാദ് കോത്തോ സരൂർ ജാൻതേ ഹോഗെ. നിനക്ക് തീർച്ചയായിട്ടും മിസ്റ്റർ ഫർഹാദിനെ അറിയാമായിരിക്കുമല്ലോ. हाँ पहले जब भी हम मिले हैं तुमने उनका जिक्र किया है. നമ്മൾ മുമ്പ് കണ്ടുമുട്ടിയപ്പോഴെല്ലാം നിങ്ങൾ അവനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗിർഗിഡിനെ ഗിർഗിഡി ആവാസ് മേം കഹ. ഗിർഗിഡി ആവാസ് തൻ്റെ ഗിർഗിഡി ആവാസ് എന്ന് പറഞ്ഞാൽ ഓന്തിൻ്റെ സ്വരത്തിൽ തന്നെ ചോദിച്ചു. എന്ത് ചോദിച്ചു? ക്യാ ഹുവാ അവന് എന്ത് സംഭവിച്ചു? ഹുവാ കുച്ച് നഹി ബുദ്ധു. അവന് ഒന്നും സംഭവിച്ചില്ല. വേ ജിസ് കിരായയ്ക്ക് കമരമേ രഹത്തേതേ. അവൻ ഏത് വാടക മുറിയിലാണോ താമസിച്ചിരുന്നത്, അബു നഹി രഹത്തെ, അവിടെ അവൻ വസിക്കുന്നില്ല ഇപ്പോൾ. ഉനോനെ അപ്പന നയ ഘർ ബനാലിയ. അവൻ തനിക്ക് പുതിയൊരു വീട് പണിതു. സ്വന്തമായി അവൻ പുതിയൊരു വീട് പണിഞ്ഞിരിക്കുന്നു. ചിപ്കലി പറഞ്ഞു, തോ തുമേ ഇസസേക്ക. ഗിർഗിഡ് പറഞ്ഞു, എന്ത് നിനക്കതിനെന്താ കുഴപ്പം? ഗിർഗിഡിയായ എന്ന് വെച്ചാൽ നമ്മുടെ ഓന്ത് പറഞ്ഞു എന്നേ അർത്ഥമുള്ളൂ. ഗിർഗിഡ് പറഞ്ഞു, അതിന് നിനക്കെന്താ? മേരാ ജീന ദൂഫർ ഹോഗയ അവർ തും കഹ്രഹി ഹോ തുമേ ഇസസേക്ക. എൻ്റെ ജീവിതം ദൂഫർ ഹോന എന്താണ്? ദുഷ്കരമായി അല്ലെങ്കിൽ അസഹ്യമായിരിക്കുന്നു. നിനക്ക് എന്നിട്ട് നീ പറയുന്നു എനിക്കെന്താ കുഴപ്പമെന്ന്. തും കഫി രഹേ ഹോത്തെ ഉൻകെ സാത്ത്. നീ എപ്പോഴെങ്കിലും അവനോടൊപ്പം താമസിച്ചിരുന്നെങ്കിൽ. ഉസ് കിരായയ്ക്ക് കമരേമേ. ആ വാടക മുറിയിൽ. തോ കുച്ച് സമജ് പാത്തെ. എപ്പോൾ നിനക്ക് മനസ്സിലാകുമായിരുന്നു. കിത്തിനി സലീക്കേസെ രഹത്തെ ദേഹം. നമ്മൾ എന്ത് അന്തസ്സോടുകൂടിയാണ് അവിടെ കഴിഞ്ഞിരുന്നത്. സലീക്കെ എന്ന് പറഞ്ഞാൽ അന്തസ്സോടുകൂടിയാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ഉൻകെ പാസ് കിതാബോങ്കി ബഡി ബഡി അലമാരിയാന്തി. അവൻ്റെ കയ്യിൽ പുസ്തകങ്ങൾ നിറഞ്ഞ വലിയ വലിയ അലമാരികളുണ്ടായിരുന്നു. വേ കിതാബോങ്കെ ആകെ രഹത്തേതേ മേ കിതാബോങ്കെ പീച്ച്. അവൻ പുസ്തകങ്ങളുടെ മുന്നിൽ വസിച്ചിരുന്നു, ഞാൻ പിന്നിലും. മേ കിത്തിനി ഹി ബാർ ഉൻസെ കപ്പടോങ്കി ഗലി മേ മിലി. ഞാൻ ഒരുപാട് തവണ അവനെ കപ്പടോങ്കി ഗലി എന്താണ്? ആ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് വസ്ത്രങ്ങളുടെ കൂനയിൽ വെച്ച് അവനെ കണ്ടിരിക്കുന്നു. പിന്നെ എവിടെയൊക്കെ വെച്ച്? ബർത്തനോങ്കി ഗലി പാത്രങ്ങൾക്കിടയിൽ, ദരാസ് മാർക്കറ്റ് സ്റ്റോർ റൂമിൽ വെച്ച്, ഡസ്റ്റ്ബിൻമേൻ ചവറ്റുകുട്ടയിൽ വെച്ച്, ചാടു കെനീച്ച് ചൂലിൻ്റെ പിറകിൽ വെച്ച്. അപ്പോഴൊക്കെ എങ്ങനെയാണ്? ഹമീഷ മുസ്കുരായി. അവൻ നല്ല പുഞ്ചിരിച്ചുകൊണ്ട്.
മേരാ തജുർബ ഖത്ത ഹെ, എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ചിപ്കലിയോं के पीछे ചാടു ലേക്കർ പടേ രഹനെ വാലോ മേ സെ വോ നഹി ഹെ. അവൻ എങ്ങനെയുള്ള ആളല്ല. പല്ലികളുടെ പിന്നാലെ ചൂലും കൊണ്ട് പോകുന്നവരിൽ ഒരാളല്ലായിരുന്നു ആര്? നമ്മുടെ ഫർഹാദ്. അപ്പോൾ ഫർഹാദിനെ പറ്റി നമ്മുടെ ചിപ്കലിയുടെ വാക്കിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവനോടുള്ള സ്നേഹം മനസ്സിലാക്കാം അല്ലേ? होते हैं कुछ लोग, ഗിർഗിഡിനെ ഉബാസി ലേത്തെ ഹുയെ കഹ. ഗിർഗിഡ് കോട്ട് അടിച്ചുകൊണ്ട് എന്താ പറഞ്ഞ? ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കി ചിപ്കലി തൻ്റെ കഥ വീണ്ടും പറയുകയാണ്. ഉൻസെ പെഹലെ മേ ശ്രീമതി ശാന്തി ദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹീദി. അതിനു മുന്നേ നമ്മുടെ ചിപ്കലി എവിടെ താമസിച്ചിരുന്നത്? ശ്രീമതി ശാന്തിദാസിൻ്റെ കൂടെ ആയിരുന്നു. പക്ഷെ അവരെങ്ങനെയായിരുന്നു? പൂരി ആശാന്തിദാസ് ദീവേ. അവർ മൊത്തം ആശാന്തിദാസ് ആയിരുന്നു. മുझे देखते ही चिल्लाती थी. എന്നെ കാണുമ്പോൾ തന്നെ അവർ നിലവിളിക്കുമായിരുന്നു. എങ്ങനെയാ? ഉയ്. ദിക്കി ബന്ദ് ജാതി ദി ഉൻകി. ദിക്കി ബന്ദ് ജാന, നിലവിളിച്ച് അവരുടെ തൊണ്ടയിലെ ശബ്ദം പുറത്ത് വരാതിരിക്കുക. ദിക്കി ബന്ദ് ജാന, സൗണ്ട് പുറത്ത് വരാതിരിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞിരുന്നത്? കഹതീതി സുശാന്തോ ജൽദി ആവോ ഉസേ ഫഗാവോ. സുശാന്തോ ഓടി വരൂ, ഇതിനെ ഓട്ടിക്കൂ. ഇസേ ഫഗാവോ, ഇതിനെ ഓട്ടിക്കൂ. മേനെ ഉൻകി സാത്ത് ഏക്ക് സപ്താഹ് നഹീ ടിക് സക്കി. ഞാൻ അവരുടെ കൂടെ ഒരാഴ്ച പോലും കഴിഞ്ഞില്ല. ബാക്കി നോക്കാം. പർ കഹത്തെ ഹേന, പക്ഷേ ഇങ്ങനെ പറയാറുണ്ടല്ലോ. ജോ വാസ്തവ് മേ ഫല ഹോത്താ ഹെ ഉസേ ഫലേ ലോഗ് സരൂർ മിൽത്തേ ഹെ. എന്താ ഒരു ചൊല്ലാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, നല്ലവരെപ്പോഴും നല്ല ആളുകളെ കണ്ടെത്തുമെന്ന്. അതുപോലെ ഫൽസ്വരൂപ്, അതിൻ്റെ ഫലമായി മേരി സിന്ദഗി മേ ശ്രീമാൻ ഫർഹാദ് ആഹി ഗയെ. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആര് വന്നു? ഫർഹാദ് വന്നു. ഇത് പറഞ്ഞപ്പോൾ ചിപ്കലിയുടെ ഭാവം എന്താണെന്ന് നോക്കൂ കൂട്ടുകാരെ. കഹത്തെ ഹുയെ ചിപ്കലിക്ക് ചെഹരെ പർ, ചിപ്കലിയുടെ മുഖത്ത് വൈസേഹി അസീം ശാന്തി ദി ജേസി സംഗമർമർ കി മൂത്തിയോ മേ ഹോത്തി. സംഗമർമർ എന്താണ്? നമ്മുടെ മാർബിളിൻ്റെ പ്രതിമയാണ് സംഗമർമർ കി മൂത്തി. അതിൻ്റെ മാർബിൾ പ്രതിമകളുടെ മുഖത്ത് ഒരു ശാന്തഭാവം ഇല്ലേ? അതേ ഭാവമായിരുന്നു നമ്മുടെ ചിപ്കലിയുടെ മുഖത്തും. ബാക്കി പാഠഭാഗത്തിലേക്ക് നോക്കാം. ഓ ചിപ്പു മേ തുമാരാ ദർദ് സമജ് സക്താ ഹൂം. ചിപ്പു എന്ന് വിളിച്ചത് നമ്മൾ ചിപ്കലീനെയാണ് വിളിച്ചത്. ഓ ചിപ്പു, നിൻ്റെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കിത്തിനി ദഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലതവണ, പല പ്രാവശ്യം. മേ ഹുദ് ഏസി അനുഭവ് സെ ഗുസാരാ ഹൂം. ഒരുപാട് തവണ ഞാനും ഇതേ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതാരാ പറഞ്ഞത്? നമ്മുടെ കമലിയൻ, അതായത് നമ്മുടെ ഓന്ത് പറഞ്ഞു. ഞാനും നീ വിഷമിക്കണ്ട, ഞാനും ഇതുപോലെ ഒരുപാട് അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. സോ അബ് മേരാ ഇരാദ ശ്രീമാൻ ഫർഹാദ് കെ ഘർ മേ ഹി ബച്ചാ ഖുച്ചാ ജീവൻ ഗുസാർനെ കാ ഹെ. അപ്പോൾ നമ്മുടെ പല്ലി തൻ്റെ തീരുമാനം പറയുകയാണ്. ഇനി ഞാൻ എൻ്റെ ശിഷ്ടകാലം, ബച്ചാ ഖുച്ചാ ജീവൻ എന്ന് പറഞ്ഞാൽ ഇനി തൻ്റെ ശിഷ്ടകാലം ഞാൻ ചിലവഴിക്കാൻ പോകുന്നത് എവിടെയാണ്? മിസ്റ്റർ ഫർഹാദിൻ്റെ വീട്ടിലാണ്. ചിപ്കലീനെ ഏക് ഹി വാക്യമേ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുയെ കഹ. ഏക് ഹി വാക്യമേ, ഒറ്റ വാക്യത്തിൽ തൻ്റെ ബാത്ചീത് സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വിചാർ അച്ഛാ ഹെ, നല്ല ആശയമാണ്. ഗിർഗിഡ് പറഞ്ഞു, നമ്മുടെ ഓന്ത പറഞ്ഞു. അച്ചായന, നല്ല ആശയമല്ലേ? വക്ത് മിലേത്തോ ഖഫി ആന, നിനക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വരണം. കഹത്തെ ഹുയെ ചിപ്കലി ആകെ ബടുകയെ, പറഞ്ഞിട്ട് ചിപ്കലി മുന്നോട്ട് പോയി. സരൂർ, തീർച്ചയായും. തീർച്ചയായും. മുझे തുംസെ മിൽനെ ആന അച്ഛാ ഹി ലഗ്താ ഹെ. എനിക്ക് നിന്നെ കാണാൻ വരുന്നത് വളരെ ഇഷ്ടമാണ്. അതായത് ഞാൻ നിന്നെ കാണാൻ തീർച്ചയായും വരും എന്ന് പറഞ്ഞു. ഹാത്ത് ഹിലാത്തെ ഹുയെ ഗിർഗിഡ് ചിപ്കലി കോ ജാത്തെ ദേഖ്താ രഹ. ഹാത്ത് ഹിലാത്തെ ഹുയെ, കൈവീശിക്കൊണ്ട് ഗിർഗിഡ് ചിപ്കലി പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നു. ചിപ്കലി ഇപ്പോൾ എവിടെ എത്തി? ചിപ്കലി നീം സാരായിക്ക് മക്കാൻ നമ്പർ 205.
ചിപ്കലി നീം സാരായി എന്നെഴുതിയിരിക്കുന്ന വീട്ട് നമ്പർ എത്ര 205 നീം സാരായി വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. ദീവാർ പർ ചടി, അവൻ അതിൻ്റെ ദീവാറിൽ കയറി. ദീവാർ പർ ചടി. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണ്? സുനോ, ആരോ വിളിക്കുന്നു, കേൾക്കൂ എന്ന് വിളിക്കുന്നു. ആരായിരിക്കും അങ്ങനെ വിളിച്ചത്? നമുക്ക് നോക്കാം. छिपकली ने चारों ओर नजर घुमाकर देखा कि आवाज़ किधर से आई है. ചിപ്കലി ചാരോ ഓർ ചുറ്റുപാടും നോക്കി. ഈ ശബ്ദം വന്നത് എവിടെ നിന്നാണ്? അരേ ഓർ ഊപ്പർ, കൂടുതൽ മുകളിലേക്ക് നോക്കൂ. ഇതർ കോനേമേ, ഈ മൂലയിലേക്ക് നോക്കൂ. ചിപ്കലീനെ കോനേമേ ദേഖ്തേ ഹുയേ കഹ. ചിപ്കലി ആ മൂലയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. मैं तो सोचती थी नए घर में मैं ही सबसे पहले पहुंच रही हूँ. ഞാൻ ആലോചിച്ചു പുതിയ വീട്ടിൽ ഞാനായിരിക്കും ആദ്യം വരികയെന്നത്. തും കബ് പहुंची, നീ എപ്പോൾ വന്നു? ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ആദ്യം വരുന്നതെന്ന്. നീ എപ്പോൾ വന്നു? മേനെ കൽ ഹി ഷിഫ്റ്റ് കിയ, ഞാൻ ഇന്നലെ തന്നെ ഷിഫ്റ്റ് ചെയ്തു. ആരാ പറഞ്ഞത്? മക്കടീനെ കഹ. ഇപ്പോൾ പുതിയ ക്യാരക്ടർ വന്ന് മക്കടി. ആരാ പറഞ്ഞത്? ചിലന്തിയാണ് പറഞ്ഞത്. തോ ഓർ കോൺ കോൻ ഹേ, അപ്പോൾ ഇനി ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? യഹാം ഇവിടെ വേറെ ഇനി ആരൊക്കെയുണ്ട്? ചിപ്കലി ചോദിച്ചു. 10-15 മക്കിയാം, 10-15 ഈച്ചകൾ. പിന്നെയോ സോക്കെ ആസ്പാസ് മച്ചർ, 100ഓളം കൊതുക്. മക്കടീനെ ബത്തായ, നമ്മുടെ ആ ചിലന്തി പറഞ്ഞു. ഹായ് ചിപ്കലീനെ മക്കി മച്ചറോങ്കി ഓർ ഹാത്ത് ഹിലാത്തെ ഹുയെ കഹ. നമ്മുടെ ചിപ്കലി ആ ഈച്ചേനെയും കൊതുകിനെയൊക്കെ കൈയെടുത്ത് ഹാത്ത് ഹിലാത്തെ, കൈ വീശിക്കൊണ്ട് ഹായ് കൊടുക്കുകയാണ്. അപ്പോൾ തിരിച്ചെന്താ റിപ്ലൈ കൊടുത്തെന്ന് നോക്കാം. ഹാ ഹു ഹി എന്ന് പറഞ്ഞ് മച്ചറും നമ്മുടെ മക്കിയും തിരിച്ചെന്ത് ചെയ്തു? ഖബരായിസി ഹസ്തെ, ഒന്ന് പരിഭ്രമിച്ച് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. और वही मुहावरा दोहराया जो इंसानों में खासा प्रचलित है. മനുഷ്യർക്കിടയിൽ പ്രചരിക്കുന്ന ഒരു ശൈലി, അത് അവർ അങ്ങോട്ട് തങ്ങളിൽ പറഞ്ഞു. ആരാണ്? മക്കി മച്ചറും. എന്താ പറഞ്ഞത് അവർ? ഹം ജഹാൻ ജാനാ ചാത്തെ ഹേ, ഹമാരി ബസ് കിസ്മത്തി ഹംസെ പെഹലെ വഹാ പഹുഞ്ച് ജാത്തി ഹേ. നമ്മൾ എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് മുന്നേ നമ്മുടെ ബസ് കിസ്മത്തി എന്താണ്? ദൗർഭാഗ്യം. നമുക്ക് മുന്നേ നമ്മുടെ ദൗർഭാഗ്യം അവിടെ എത്തിച്ചേരും. ഇവിടെ ആരെയാണ് ഉദ്ദേശിച്ചത് ദൗർഭാഗ്യമെന്ന്? നമ്മുടെ പല്ലീനെയാണ് ഉദ്ദേശിച്ചത്. മക്കി മച്ചറും നമ്മുടെ പല്ലീനെയാണ് അങ്ങനെ പറഞ്ഞത്. കേട്ടോ കൂട്ടുകാരെ? ഇതാര് കേൾക്കുന്നു? ചിപ്കലി പല്ലി കേട്ടു. ചിപ്കലീനെ നജാനെ കേസേ സുൻലിയ, ചിപ്കലി അത് കേട്ടിട്ടു. എന്നിട്ട് ആരോട് പറഞ്ഞു? മച്ചറോങ്കെ സുനാത്തെ ഹുയ, മച്ചർ അവർ കൊതുകുകൾ കേൾക്കാൻ വേണ്ടി മക്കടീസെ കഹ, മക്കടിയോട് ചിലന്തിയോട് പറഞ്ഞു. കുച്ച് ലോഗ് ഖുദ് ലോഗോങ്കി ഖൂൻ ഹി പിയെ, കുറച്ച് ആൾക്കാരുണ്ട് അവർ സ്വന്തമായി ആൾക്കാരുടെ രക്തം കുടിക്കുകയും ദൂസരോസെ ചാഹേക്ക് വേ ശാക്കാഹാരി രഹേ, മറ്റുള്ളവർ ശാക്കാഹാരി എന്ന് പറഞ്ഞാൽ സസ്യഭുക്ക് അല്ലെങ്കിൽ സസ്യാഹാരികൾ. അവർ സ്വന്തമായി രക്തം കുടിച്ചിട്ട് മറ്റുള്ളവർ സസ്യാഹാരം കഴിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വാരെ സമാനേ, എന്ത് സമാനേ, സമാനേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? സമൂഹം. എന്ത് സമൂഹമാണിത്, എന്ത് ലോകമാണിത് എന്ന് നമ്മുടെ പല്ലി ഈ മറ്റ് മക്കടീനെയും മക്കിയൊക്കെ കളിയാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്ന കൂട്ടുകാരെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗം ബാക്കി മുഴുവനായി പഠിക്കാം. കൂട്ടുകാർക്ക് ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായെങ്കിൽ, പാഠഭാഗം മനസ്സിലായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.